എല്ലാ തൊഴിൽ രഹിതരായവരോടും അങ്ങേറ്റത്തെ അനുഭാവപൂർവ്വം പെരുമാറുന്നൊരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോൾ നിയമനത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. അവരാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ എല്ലാം നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് 18 ദിവസത്തെ സമരം എന്തിനു നടത്തിയെന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നിലവിലുള്ള നിയമം മാറ്റാൻ പറ്റുമോ? ചട്ടം മാറ്റാൻ പറ്റുമോ? PSC നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ? അതാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയം. അതുകൊണ്ട് ആ സഹോദരിമാരോട് ഇങ്ങനെ സമരം നടത്തുന്നവരോട് ഉപദേശിക്കുകയാണ് വേണ്ടത്. യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഗവൺമെൻറ് ചെയ്തത്. ഇത് തന്നെയാണ് ആശാ വർക്കേഴ്സിൻ്റെയും പ്രശ്നം. ഞാൻ 10-27,000 ആശാ വർക്കർമാരിൽ ഒരു 100-400 ആളുകളാണ് ഇവിടെയുള്ളത്, ഈ സമരത്തിലുള്ളത്. ഇത് ഒരു മാസത്തിൽ ഏതാണ്ട് ഇപ്പോൾ അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ചട്ടം പുറത്തു വന്നു. 15 ദിവസമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ കേരളത്തിലാകട്ടെ ഒരു 13,500 രൂപ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരുടെ മാത്രമല്ല, പാചക തൊഴിലാളികളുണ്ട്, തൊഴിലുറപ്പുകാരുണ്ട്, ഇതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിതെല്ലാം ഒരേപോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇവർക്ക് ഓണറേറിയമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. കേരള ഗവൺമെൻറ് അവരെ പരമാവധി സഹായിച്ചു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 1000 ഉറുപ്പി 600 അത് 1000 ആക്കി. ഇപ്പോൾ 7000 എത്തി. അവർക്കെല്ലാം കൂടി 13,500 രൂപ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കി. അവരെ ഞങ്ങൾ ഗവൺമെൻറ് സർവീസിലുള്ളവരെ കണക്കാക്കണം. അതുകൊണ്ട് ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കാശ് തരണം, ഞങ്ങൾക്ക് പെൻഷൻ തരണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും നടക്കൂ. അതുകൊണ്ട് ആ സഹോദരിമാരെ, ആശാ വർക്കർമാരെ തെറ്റായ കാര്യം ധരിപ്പിച്ച് സമരത്തിലേക്ക് ഇറക്കി അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരിമാരെ ഈ അനാവശ്യ സമരത്തിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ചത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത്. ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ളൊരു പൊതു നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കളിക്കരുത്. നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് കഴിയുന്നത്ര വേഗം നിങ്ങളുടെ പഴയ ജോലികളിൽ പ്രവേശിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതാണ് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണണ്ടേ, ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ കാണണ്ടേ. ഒരു ഗവൺമെൻറ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ.